ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ഓണം സെലിബ്രേഷൻ വ്ളോഗാണ്. ഓണം സെലിബ്രേഷൻ്റെ തലേ ദിവസമുള്ള വ്ളോഗാണിത്. അപ്പോൾ തലേ ദിവസമാണ് ഞങ്ങൾ മെഹന്തിയൊക്കെ ഇട്ടത്. അപ്പോൾ എല്ലാവരും മെഹന്തിയൊക്കെ ഇടുന്ന തിരക്കിലാണ്. ഒരാൾക്ക് വരയ്ക്കാൻ അറിയാമെന്ന് പറഞ്ഞപ്പോൾ അയാളുടെ അടുത്തേക്ക് തന്നെയാണ് എല്ലാവരും കൂടി പോയത്. കൂടെ ഞാനും പോയി. അപ്പോൾ ഞാൻ ഒരു കൈമലിട്ട്, ഇനി മറ്റേ കൈമ എനിക്ക് തന്നെ ഇടാനുള്ളൂ. അപ്പോൾ മറ്റേ കൈമ ഞാൻ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും എൻ്റെ ഇടൽ കഴിഞ്ഞു. അപ്പോൾ മറ്റുള്ളവർക്ക് ഇട്ട് കൊടുക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ജസ്റ്റ് ഓരോരുത്തരും ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. ഞങ്ങളെ ക്ലാസ്സിൽ മാത്രമല്ല എല്ലാ ക്ലാസ്സിലും മെഹന്തി ഇടുന്ന തിരക്കിലാണ്. അപ്പോൾ അവിടെയും പോയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത്, അവർ പിന്നെ വേറെ മോഡലിലാണ് മെഹന്തിയൊക്കെ വരയ്ക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ തലേ ദിവസം എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ പിറ്റേ ദിവസം ഓണത്തിൻ്റെ അന്നത്തെ വീഡിയോ ആണ് ഇത്. ഞങ്ങൾ കുറച്ച് പേര് ബസ്സിനാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ബസ് ഇറങ്ങി സ്റ്റാൻഡിൽ കുറച്ച് പേര് വരാനുണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇനി എല്ലാവരും വന്നിട്ട് വേണം ക്ലാസ്സിക്ക് പോകാൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും ക്ലാസ്സിലെത്തി. അപ്പോൾ ഇതാണ് എൻ്റെ ഓണം ലുക്ക്. എങ്ങനെയുണ്ട്, കൊള്ളാവോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊരു പണി കിട്ടി. മനുഷ്യന്മാർ വെറുതെ ഇരിക്കാനും സമ്മതിക്കില്ല. എന്താ ചെയ്യുക, പൂക്കളോടുള്ള സ്പേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയെന്നുള്ളൂ. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു. ഇതിൻ്റെ ഫ്രണ്ടാണ്, സോന എന്നാണ് പേര്. അവൾ നല്ല ലുക്കിലൊക്കെ വന്നിക്കണത്, മുല്ലപ്പൂവൊക്കെ ചൂടി നല്ല സെറ്റായിട്ട് വന്നിക്കണത്. അല്ലെങ്കിൽ ഹിന്ദുസിനെ ഭയങ്കര രസമാണ് കാണാൻ, സാരി ചുറ്റി മുല്ലപ്പൂവൊക്കെ ഇട്ട് വന്നാൽ. അടുത്ത പരിപാടി പൂക്കളിടണം. അപ്പോൾ അതിനുള്ള പൂ ഇപ്പോൾ അതാ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പലതരം ഫ്ലവേഴ്സ് ഉണ്ട്, എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല. പേരിലൊക്കെ എന്തിരിക്കണം, നമുക്ക് പൂക്കളം സെറ്റായാൽ മതിയല്ലോ. അപ്പോൾ ഇതാ എല്ലാ ഫ്ലവേഴ്സും ഞങ്ങൾ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഫുൾ കൺഫ്യൂഷനാണ്. ഓരോ ഫോട്ടോസ് കാണുമ്പോൾ ഏതിടണം, ഏത് ഡിസൈൻ വരയ്ക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് എല്ലാവരും. ഞങ്ങൾ ആദ്യം തന്നെ നോക്കിയില്ലായിരുന്നു ഏത് ഡിസൈൻ വരയ്ക്കണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ അപ്പം വെച്ചിട്ട് ഒരു ഡിസൈൻ തീരുമാനിച്ച് അപ്പോൾ അതിടാമെന്ന് വിചാരിച്ച്. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ റോസ് പൂ കണ്ട്, അത് കണ്ട് നമ്മൾ വെറുതെ വിടുമോ? അപ്പോൾ അവളെ കയ്യിൽ നിന്ന് അത് പൊക്കി. റോസ് കൈ കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യുക, വീഡിയോ എടുക്കും, ഫോട്ടോ എടുക്കും. അതന്നെയാണ് ഞങ്ങളും പരിപാടി. എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട് റഫ, അവളെ കയ്യിൽ റോസ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇടി യൂട്യൂബിൽ ഇടാനുള്ളതാണ്, അങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കുക, ഇടി ഇങ്ങനെ കറക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ അതുപോലെ ചെയ്തതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ അടുത്ത പരിപാടി ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്യാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ മൂലയിലിരുന്ന് കട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ടൈമൊക്കെ ഉണ്ട്, ഇന്ന സമയത്ത് കഴിയണം എന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്പീഡ് നോക്കുകയാണ് പണികളൊക്കെ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നല്ല രസമാണ്. എല്ലാവരും കൂടെ ഇരുന്ന് ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ്, ഞാൻ കുറച്ച് ചെയ്യും, പിന്നെ എനിക്ക് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓരോരുത്തരുടെ അടുത്തും പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കലാണ് പണി. പിന്നെയും പോയി ചെയ്യും. അപ്പോൾ ഞങ്ങൾ പൂക്കളം ഇടൽ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഓരോരുത്തർ പൂക്കളിടും, ചിലവർ ഫ്ലവേഴ്സ് കട്ട് ചെയ്യും. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതുവരെ ആയിട്ട് ഞങ്ങൾ ആരും ഫോട്ടോ എടുത്തിട്ടില്ല. ഇനി ഈ പരിപാടിയൊക്കെ ജസ്റ്റ് ഒന്ന് ഒതുങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് സിംഗിൾ പിക്കും ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കാൻ. നമ്മൾ ഒന്നാമത് സാരിയൊക്കെ ചുറ്റി വരുന്നത് ഒരു പിക്ക് എടുത്തിട്ട് സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ കാണിച്ചില്ല പൂക്കളം, അത് ഇട്ടപ്പോൾ ശരിയായില്ല. അപ്പോൾ അത് മാറ്റിയിട്ട് ഫസ്റ്റ് മുതൽ പിന്നെ ഇട്ട്. ഇപ്പോൾ ഏകദേശം കഴിയാനായിട്ടുണ്ട്, കുറച്ച് ടൈമും കൂടി ഉള്ളൂ. അപ്പോൾ എല്ലാവരും കൂടി സ്പീഡപ്പ് ആക്കുകയാണ് കാര്യങ്ങളൊക്കെ. അങ്ങനെ ഫൈനലി ഞങ്ങൾ പൂക്കളം ഇവിടെ സെറ്റായിട്ടുണ്ട്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പൂക്കളം ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഒരു വിധമായി. ഇനി അടുത്ത പരിപാടി സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സദ്യ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സദ്യ, അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ സദ്യ. കുറച്ചും കൂടി കൂട്ടാനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തതാണ്. വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ അവർ കൂട്ടാനൊക്കെ ഇട്ട് തന്നിരുന്നു. ഞാൻ എന്താ പെട്ടെന്ന് വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഞാൻ മറക്കും, എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല വീഡിയോ എടുക്കാനുള്ള കാര്യം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടില്ല. ഇതൊക്കെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ്. അതിന് ശേഷം ഞങ്ങളൊരു നല്ലൊരു ലൊക്കേഷൻ നോക്കി പോവുകയാണ്, ഒരു പിക്ക് എടുക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ പോയത് വെറുതെ ആയി, ഫോട്ടോസൊന്നും നല്ലതൊന്നും കിട്ടിയിട്ടൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഞങ്ങളവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തത്. അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അടുത്ത പരിപാടി വടംവലിയാണ്. അപ്പോൾ അതൊക്കെ സെറ്റാക്കിയാണ്. പിന്നെ ഒരു കാര്യം കാണിക്കാൻ മറന്നുപോയി. ഞങ്ങൾ പൂക്കൾ മാത്രമല്ല ഇങ്ങനെ കാണിച്ചു തന്നിട്ടുള്ളൂ, ഇത് മറ്റുള്ള ക്ലാസ്സിലെ കുട്ടികളെ പൂക്കളാണ്.
അപ്പോൾ അതും എങ്ങനെയുണ്ട് കാണാൻ രസമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് 3 പൂക്കളത്തിൻ്റെ വീഡിയോ ആണ് കാണിച്ചു തന്നത്. അപ്പോൾ ഇതിൽ 3-ൽ നിങ്ങൾക്ക് ഏതാണ് ഫസ്റ്റ് ഇഷ്ടമായത്, സെക്കൻഡ് ഇഷ്ടമായത്, തേർഡ് ഇഷ്ടമായത് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഫോണേ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ക്ലാസ് റൂമിൽ ഫോൺ വെച്ചിട്ട് താഴത്തേക്ക് വന്നിട്ട് അവിടെ ഇരുന്ന് ഫുള്ള് പ്രോഗ്രാംസൊക്കെ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് ഫോട്ടോസ് ഉണ്ട്, അത് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സുകൾക്ക് ഇട്ട് കൊടുത്ത കുറച്ച് മെഹന്തി ഫോട്ടോസും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.